ജെയിനിൽ എവറി ഡേ ഈസ് എ ന്യൂ ഡേ ആണ്. കാരണം ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ പുതിയ ആശയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു, പുതിയ ഈവൻറ്റുകൾ നടക്കുന്നു, പുതിയ ആക്ടിവിറ്റീസ് നടക്കുന്നു. ഇതെല്ലാം കുട്ടികൾക്ക് കിട്ടുന്ന ഒരു പ്രാക്ടിക്കൽ എക്സ്പോഷർ ഉണ്ടോ, അത് മറ്റൊരു ക്യാമ്പസിനും കിട്ടില്ലെന്ന് എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും. ആ ഒരു കോൺഫിഡൻസ് ആണ് ജെയിനിൽ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ജെയിനിൽ നോക്കിക്കാണുന്ന പ്രോസ്പെക്റ്റീവ് സ്റ്റുഡൻസിന് എനിക്ക് തരാനുള്ള ഗ്യാരണ്ടി. പ്ലസ് ടു കഴിഞ്ഞ് ഒത്തിരി കുട്ടികൾ ഹയർ എഡ്യൂക്കേഷൻ ഓപ്ഷന് വേണ്ടി അല്ലെങ്കിൽ അടുത്തൊരു കരിയർ ഓപ്ഷന് വേണ്ടി ആലോചിക്കുന്ന ഒരു സമയമാണ്. എൻ്റെ ഇൻബോക്സിൽ ഒത്തിരി മെസ്സേജുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ കൊച്ചി ക്യാമ്പസിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജെയിൻ വളരെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റിയാണ്. NAAC A++ റേറ്റിംഗിൽ 3.71 ഔട്ട് ഓഫ് 4 CGPA റേറ്റിംഗിലുള്ള അഗ്രേഡഡ് ഓട്ടോണമി UGC കൊടുത്തിരിക്കുന്ന ഇന്ത്യയിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. അതിന്റെ UGC അപ്രൂവ്ഡ് അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ അപ്രൂവ്ഡ് ഓഫ് ക്യാമ്പസ് ആണ് കൊച്ചിയിലുള്ളത്. ക്യാമ്പസിൽ 50-ലധികം കോഴ്സുകളുണ്ട്. ഏകദേശം 54ഓളം കോഴ്സുകൾ ഈ ക്യാമ്പസിൽ 5 സ്കൂളുകളിലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് ഡിസൈൻ, അതുപോലെ സ്കൂൾ ഓഫ് കൊമേഴ്സ്, സ്കൂൾ ഓഫ് മാനേജ്മെന്റ്, സ്കൂൾ ഓഫ് സയൻസസ്, സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ്. നമ്മൾ കൂടുതലും എക്സ്പീരിയൻഷ്യൽ ലേണിംഗിനും പ്രാക്ടിക്കൽ എക്സ്പോഷറിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ഈ കോഴ്സുകൾ ഡെലിവർ ചെയ്യുന്നത്. കാരണം ഇന്ന് പഠിക്കാൻ വേണ്ടി ഒരു യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെയൊക്കെ ഫിംഗർ ടിപ്സിൽ, നിങ്ങളുടെ ഡിവൈസുകളിൽ അവൈലബിൾ ആണ്. പക്ഷേ കൂടുതൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടാൻ, അല്ലെങ്കിൽ അത് നന്നായിട്ട് നാവിഗേറ്റ് ചെയ്യാൻ, കൂടുതൽ ആളുകളുമായിട്ട് പരിചയപ്പെടാൻ, കൂടുതൽ ഇൻഡസ്ട്രി ഓറിയന്റേഷൻ കിട്ടാൻ, അങ്ങനെയൊക്കെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ആണ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടതും. ആ ഒരു ആസ്പെക്റ്റിലാണ് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ കൊച്ചി ക്യാമ്പസിലെ എല്ലാ കോഴ്സുകളും പ്രസന്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വളരെ കൺവെൻഷനായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനപ്പുറത്ത് വളരെ അൺകൺവെൻഷനലായിട്ട് ഇൻഡസ്ട്രി എങ്ങനെ ക്ലാസ് റൂമുകളിലേക്ക് എത്തിക്കാം, അവരുമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ചാറ്റുകൾ, നെറ്റ്വർക്കിംഗ് ലഞ്ചുകൾ, അതുപോലെ തന്നെ റെഗുലറായിട്ട് ക്ലാസ് മുറികളിൽ ഇൻഡസ്ട്രി എക്സ്പേർട്സ് വരികയും എങ്ങനെയാണ് റിയൽ വർക്ക് പ്ലേസിൽ ഒരു ഗ്രാജുവേറ്റിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഫ്യൂച്ചർ എംപ്ലോയറിൽ നിന്ന് കേൾക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഒരു കാര്യമാണ് ജെയിൻ എല്ലാ കോഴ്സുകളിലും ഫോളോ ചെയ്യുന്നത്. ഇതിനോടൊപ്പം തന്നെ ഓൺടർപ്രണർഷിപ്പിനും സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്കും അതുപോലെ മറ്റു പല ആസ്പെക്ട്സിനും ഒരു സൊസൈറ്റിയിൽ ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഉന്നം വെച്ചുകൊണ്ട് ഒരു നല്ലൊരു ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സ് എങ്ങനെ ബിൽഡ് ചെയ്യാം, വൺസ് യു പാസ് ഔട്ട് ആഫ്റ്റർ 3 ഇയേഴ്സ് അല്ലെങ്കിൽ 2 ഇയേഴ്സ് കഴിയുമ്പോൾ എങ്ങനെ നല്ലൊരു പ്രൊഫൈൽ അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യാം എന്നൊരു വിശാലമായ ആശയത്തിലാണ് കോഴ്സുകളും അതിനോടനുബന്ധിച്ചുള്ള ഓരോ ആക്ടിവിറ്റീസും. ഞാൻ പറയും ജെയിനിൽ എവറി ഡേ ഈസ് എ ന്യൂ ഡേ ആണ്. കാരണം ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ പുതിയ ആശയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു, പുതിയ ഈവൻറ്റുകൾ നടക്കുന്നു, പുതിയ ആക്ടിവിറ്റീസ് നടക്കുന്നു. ഇതെല്ലാം കുട്ടികൾക്ക് കിട്ടുന്ന ഒരു പ്രാക്ടിക്കൽ എക്സ്പോഷർ ഉണ്ടോ, അത് മറ്റൊരു ക്യാമ്പസിനും കിട്ടില്ലെന്ന് എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും. ആ ഒരു കോൺഫിഡൻസ് ആണ് ജെയിനിൽ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ജെയിനിൽ നോക്കിക്കാണുന്ന പ്രോസ്പെക്റ്റീവ് സ്റ്റുഡൻസിന് എനിക്ക് തരാനുള്ള ഗ്യാരണ്ടി. ഞാൻ എപ്പോഴും പറയും ബി ദ ചേഞ്ച് ആൻഡ് ബി ദ ഫ്യൂച്ചർ എന്ന്. കാരണം ജെയിൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ചേഞ്ച് ഉണ്ട്, അത് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയ ചേഞ്ച് ആണ്. ഇന്നത്തെ തലമുറയെ നാളേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ സജ്ജമായ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ജെയിൻ മുന്നോട്ട് വയ്ക്കുന്നത്. ആ ചേഞ്ചിന്റെ ഭാഗമാകാൻ, ആ ഭാവിയുടെ ഭാഗമാകാൻ താല്പര്യമുള്ളവർ, കാരണം ഇതുവരെ നിങ്ങൾ 10 വരെ +2 വരെ പഠിച്ച രീതിയല്ല, അല്ലെങ്കിൽ മറ്റുള്ള കോളേജുകളിൽ നിങ്ങളുടെ കൂട്ടുകാരോ ചേട്ടന്മാരോ ചേച്ചിമാരോ പഠിച്ച രീതിയല്ല, വളരെ വ്യത്യസ്തമായിട്ട് എഡ്യൂക്കേഷൻ നോക്കിക്കാണുന്ന ഞങ്ങളുടെ വ്യൂസിനോടും വിഷനോടും അലൈൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയ ഏറ്റവും വൈബ്രന്റ് ആയിട്ടുള്ള പ്ലേസ് ആണ്. എങ്ങനെയാണ് നാളെ നടക്കാൻ പോകുന്ന മാറ്റങ്ങളെ ഇന്ന് തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ജനറേഷൻ ബിൽഡ് ചെയ്യാനുള്ള ഞങ്ങളുടെ ഒരു എഫോർട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. അങ്ങനെ 2025 അഡ്മിഷൻസ് നോക്കുന്നവർക്ക് ഈ വീഡിയോ റെഫർ ചെയ്യാം. അതുപോലെ തീർച്ചയായിട്ടും നിങ്ങൾ നേരിട്ട് ക്യാമ്പസിൽ വരണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് നേരിട്ട് വന്ന് ക്യാമ്പസിൽ വരിക, പഠിക്കുന്ന വിദ്യാർത്ഥികളുമായിട്ട് സംസാരിക്കുക, ടീച്ചേഴ്സുമായിട്ട് സംസാരിക്കുക, ക്യാമ്പസ് കാണുക, അതിനുശേഷം മാത്രം ഒരു തീരുമാനമെടുക്കുക. പഠിക്കാനുള്ള ഒരു ലേണിംഗ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ ജെയിൻ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. അത് കോഴ്സിലും കോഴ്സുകളുടെ പുതുമകളിലും അല്ലെങ്കിൽ അതിൻ്റെ മാറ്റങ്ങൾ വേണം എന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുന്നത്. 2025 അഡ്മിഷൻസ് നോക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു.